ഇന്ധനവില വർധനവുമായി ബന്ധപ്പെട്ടാണ്. 3 രൂപ പെട്രോളിന് 3 രൂപ വീതം പെട്രോളിനും ഡീസലിനും വർദ്ധിപ്പിച്ചു. തിരുവനന്തപുരത്ത് പെട്രോളിന് വില 110 രൂപ 76 പൈസയായിട്ടുണ്ട്. ഡീസലിന് 99 രൂപ 64 പൈസയാണ്. റിനു ശ്രീധർ ചേരുകയാണ്. റിനു, സാധാരണക്കാരന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന തീരുമാനമാണ്, വർധനവാണ്. 110 രൂപ പെട്രോളിന് കടന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ബജറ്റ് പോലും, കുടുംബ ബജറ്റ് പോലും ആകെ താളം തെറ്റുന്ന നിലയിലുള്ള തീരുമാനമാണ്, വർധനവാണ്. തീർച്ചയായിട്ടും സ്മിത, അതുപോലെ തന്നെ പ്രവിത, എന്തായാലും വലിയ വിലക്കയറ്റം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു വിലക്കയറ്റം എന്നുള്ളതാണ്. ഓരോ ജില്ലകളിലും പ്രത്യേക തരത്തിലുള്ള ഒരു വില വർധനവൊക്കെ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരത്ത് പെട്രോൾ വില 110.76 രൂപയാണ്. നേരത്തെ ഇത് 107.49 ആയിരുന്നു എന്നുള്ളതാണ്. ഡീസലിന് 99.64 നേരത്തെ 96.48 എന്നുള്ളതാണ്. വലിയ ഒരു തിരിച്ചടിയാണ് എന്നുള്ളതാണ്. ജനങ്ങൾക്ക്, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് വലിയ രീതിയിൽ വയറ്റത്തടിക്കുമെന്ന് തന്നെ നമുക്ക് പറയാം. എന്തായാലും ഇവിടെ പെട്രോൾ അടിക്കാൻ വന്ന ചേട്ടന്മാരൊക്കെ ഉണ്ട്. ചേട്ടാ, ഒരു വലിയ വില വർധനവായി കാണാൻ പറ്റുമോ? ഇനി എന്ത് വില ആയാലും 200 രൂപ ആയാലും ഞാൻ അടിക്കും. കാരണം എനിക്ക് ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ടായിരുന്നു, അത് കത്തിപ്പോയി. എനിക്ക് പെട്രോളാണ് നല്ലത്. അതുകൊണ്ട് ഇനി എത്ര രൂപയാലും 200 രൂപയാലും ഞാൻ അടിക്കും. സാധാരണക്കാർക്ക് അങ്ങനെ അടിച്ചു പോയല്ലേ പറ്റും. അതൊന്നും വിഷയമൊന്നുമില്ല. ഇങ്ങനെയൊക്കെയാണ് പ്രവിത എന്തായാലും പ്രതികരണം വരുന്നത്. നമുക്ക് ഇവിടുത്തെ ചേച്ചിയോട്, ചേച്ചി, ഈ വില വർധനവിൽ ആരെങ്കിലും ഒക്കെ പ്രതിഷേധിക്കുന്നുണ്ടോ? നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ? പിന്നല്ലാണ്ട് എത്ര രൂപ വർദ്ധിച്ചു? പെട്രോളിന് ഇപ്പൊ 3 രൂപ ചില്ലറ പൈസ. കാര്യം ആദ്യത്തെ വിലയാണെങ്കിൽ 107 രൂപ 49 പൈസയും ഡീസലിന് 96 രൂപ 48 പൈസയായിരുന്നു. ഇപ്പോഴത്തെ വില 110 രൂപ .76 പെട്രോളിനും ഡീസലിന് 199.64. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് ഈ പ്രതികരണങ്ങൾ വരുന്നത്. എന്തായാലും ഈ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഈ പെട്രോൾ പമ്പിൽ വന്ന് ഇവരോടൊക്കെ തന്നെ ചോദിക്കുന്നുണ്ട്, ഈ പെട്ടെന്ന് ഇങ്ങനെ വില വർദ്ധിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഒരു സാർ കൂടി നിൽക്കുന്നുണ്ട്. സാറേ, ഈ പെട്രോളിന് വില വർദ്ധിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് കാണുന്നത്? വർദ്ധിച്ചിട്ട് നമ്മളെ ഈ പഴയ ആക്റ്റീവായിട്ട് കാണുന്നത് 40 കിലോമീറ്ററിനകത്തൊക്കെ കിട്ടുന്നുള്ളൂ. പിന്നെ വില വർദ്ധിപ്പിക്കാതെ ഇപ്പോഴത്തെ ഈ ആവള പ്രശ്നമായതുകൊണ്ട് നമുക്ക് സഹകരിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഈ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു വില വർധനമാണ്. അത് തന്നെ, സാധാരണക്കാരുടെ വയറ്റത്തടിക്കുകയല്ലേ? വയറ്റത്തടിക്കുന്നതാണെങ്കിൽ നേരത്തെ നമുക്ക് ഇത് ഇത്രയും ദിവസം ഈ യുദ്ധമൊക്കെ നടക്കുന്നതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ കരാറുകാർക്ക് ടാർ കിട്ടുന്നില്ല. എല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള പല പ്രതികരണങ്ങളാണ് വരുന്നത്. എന്തായാലും സാധാരണക്കാരുടെ വയറ്റത്തടിക്കുമെന്നുള്ളതിൽ സംശയമില്ല. ഗ്യാസിന്റെ ഒക്കെ തന്നെ വില വർദ്ധിച്ചു. ഇനി എന്തായാലും പെട്രോളിന്റെയും ഡീസലിന്റെയും വില കൂടി വർദ്ധിച്ചിരിക്കുകയാണ്. പ്രവിത, സ്മിത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.